കൊല്ലത്ത് ഭാര്യയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് ഭർത്താവ് അശ്ലീല സൈറ്റുകൾക്ക് വിറ്റ കേസിൽ ഇടപെട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. 4 വയസ്സുകാരിയുടെ മുന്നിൽ പ്രതി ലൈംഗിക വൈകൃതം കാണിച്ചെന്നായിരുന്നു അമ്മയുടെ പരാതി. കുട്ടിക്ക് കൌൺസിലിംഗ് നൽകി മൊഴി രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകി. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടെ കൌൺസിലിംഗ് നടത്തണമെന്നാണ് നിർദ്ദേശം. എസ് വിനീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനീഷ്, ഇപ്പോൾ കുട്ടിയെ കൂടുതൽ കൌൺസിലിംഗ് നടത്തി വിവരങ്ങൾ ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതോടുകൂടി കേസിന്റെ ഈ ഗതി തന്നെ മാറും എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കേസിന്റെ ഗതി തന്നെ മാറുകയാണ്. കാരണം ഈ യുവതി ഇത്തരത്തിലുള്ള ആരോപണം ആദ്യം തന്നെ ഉന്നയിച്ചപ്പോൾ തന്നെ ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താനായിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു പോലീസ്. പക്ഷേ ഇവരുടെ പരാതിയും കുട്ടിയുടെ മൊഴിയിലും ചില പൊരുത്തക്കേടുകൾ പോലീസിന് തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം കുട്ടിയുടെ മുന്നിൽ വെച്ച് 4 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. 4 വയസ്സുകാരിയുടെ മുന്നിൽ വെച്ച് ഭർത്താവ് ലൈംഗിക ചേഷ്ടകൾ കാട്ടി എന്നുള്ള ഒരു പരാതിയാണ് ഈ കൊല്ലത്തെ പോലീസ് ഗൗരവമായി എടുത്തത്. ഇതിൽ ഈ കുട്ടിയുടെ മൊഴി നിർണായകമായിരുന്നു. കുട്ടിയുടെ മൊഴി എടുത്തപ്പോൾ കുട്ടി ആദ്യം പറഞ്ഞത് തനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളതായിരുന്നു. തുടർന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിന്റെ തെളിവുകൾ സഹിതം യുവതി പോലീസിൽ ഹാജരാക്കിയത്. എന്നിട്ട് ഇത് പോക്സോ കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ നാളിതുവരെയായി പോലീസ് കേസ് എടുത്തിട്ടില്ല. ഇതിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്, കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിൽ നിന്ന് അറിയുന്നത് ഒന്നുകൂടി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതും അതിന് മുന്നോടിയായി തന്നെ കുട്ടിക്ക് ഒരു കൌൺസിലിംഗ് നൽകാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു. അപ്പോൾ അന്വേഷണ സംഘം കൌൺസിലിംഗ് നൽകിയതിനു ശേഷമാകും കുട്ടിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുക എന്നാണ് അന്വേഷണ സംഘത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ ഒരു വാർത്ത, കുട്ടിയുടെ ഈ ഒരു കേസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തു. കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കുട്ടിക്ക് കൌൺസിലിംഗ് നൽകണമെന്നും അതുപോലെ തന്നെ മെഡിക്കൽ DMOയുടെ നേതൃത്വത്തിൽ സാന്നിധ്യത്തിലായിരിക്കണം കൌൺസിലിംഗ് നൽകേണ്ടത് എന്നുമാണ്. തുടർന്ന് വിശദമായി മൊഴി രേഖപ്പെടുത്തണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ വളരെ നിർണായകമായ ഒരു വഴിത്തിരിവിലൂടെ തന്നെ കടന്നു പോവുകയാണ്. ഇതിന്റെ എല്ലാ തെളിവുകളും യുവതി പരാതിയോടൊപ്പം തന്നെ ഹാജരാക്കിയിരുന്നു. പോലീസ് ഇത് വിശദമായി അന്വേഷിച്ചു വരികയാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ രേഖകളടക്കം പരിശോധിക്കുന്നുണ്ട്. ഭർത്താവിനെതിരെയാണ് ഈ ഭാര്യ ഇത്തരത്തിലുള്ളൊരു പരാതി നൽകിയത്. കിടപ്പറ ദൃശ്യങ്ങളടക്കം അത് ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് പണം സമ്പാദിച്ചു എന്നടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് തന്റെ മകളുടെ മുന്നിൽ വെച്ചും ഭർത്താവ് ഇത്തരത്തിലുള്ള ലൈംഗിക ചേഷ്ടകൾ കാട്ടി എന്നുള്ളൊരു പരാതിയും കൂടി ഉന്നയിച്ചിരിക്കുന്നത്. പോക്സോ വകുപ്പ് അടക്കം ചുമത്തിയാണ് കേസ് ഇപ്പോൾ മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം നടക്കുന്നത്. അനുശ്രീ. ശരി, എസ് വിനീഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.